റൂമിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ വളരെ ത്രില്ലിലാണ്. സാന്താ മരിയ മജോറയിൽ നിന്ന് ഞാൻ ടാക്സി എടുത്ത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്തുള്ള സെൻറ്റ് ബ്രിജിറ്റൻസ് കോൺവെൻറ്റിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ വഴിയിൽ നമുക്ക് കൊളേസിയം ഒക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എൻ്റെ 2 ചേച്ചിമാർ ഈ കോൺവെൻറ്റിലുണ്ട്. അവരെ കാണുന്നതിനുള്ള വെമ്പലാണ് എൻ്റെ മനസ്സിലിപ്പോൾ. സിസ്റ്റർ സോഫിയ കട്ടക്കയവും സിസ്റ്റർ ഫാബിയ കട്ടക്കയവും രണ്ടുപേരും സെയിം കോൺഗ്രിഗേഷനാണ്. അങ്ങനെ അവിടെ എത്തി ഞങ്ങളുടെ ആദ്യത്തെ കണ്ടുമുട്ടലും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ കോൺഗ്രിഗേഷൻ ഫൗണ്ടറായ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന്റെ മുറി കാണിച്ചു തരാൻ 1ാമത്തെ നിലയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഇതുവരെ ഈ വിശുദ്ധയെക്കുറിച്ച്, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലായിരുന്നു. ചേച്ചി എനിക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. വിശുദ്ധ ബ്രിജിറ്റ് ഉപയോഗിച്ചിരുന്ന മുറിയാണിത്. ചേച്ചി ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നപ്പോൾ ഈ വിശുദ്ധയിൽ ഞാൻ കൂടുതൽ ആകൃഷ്ടയായി. കാരണം 14ാം നൂറ്റാണ്ടിലെ സ്വീഡനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു ഗവർണറുടെ മകളായിട്ട് ജനിച്ചു. 14ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 8 കുട്ടികളുണ്ടായി. അതിലേറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് അവരുടെ പെൺമക്കളിൽ ഒരാൾ വിശുദ്ധയാണ്, സ്വീഡനിലെ വിശുദ്ധ കാതറിൻ. 2 വിശുദ്ധരും ജീവിച്ചിരുന്ന റൂമാണ് ഇതൊക്കെ. അതുപോലെ അവരുടെ റിലീക്കുകളുമാണ് ഇവിടെ ഉള്ളത്. വിശുദ്ധ ബർജീറ്റ് ചെറുപ്പത്തിൽ തന്നെ വളരെ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ആളായിരുന്നു. 10 വയസ്സുള്ളപ്പോഴാണ് വിശുദ്ധയ്ക്ക് നമ്മുടെ കർത്താവ് യേശു മിശിഹ കുരിശിൽ കിടക്കുന്ന ആദ്യ ദർശനം ലഭിക്കുന്നത്. വിശുദ്ധ ക്രൂശിതനോട് എത്ര പ്രഹരങ്ങൾ ലഭിച്ചു എന്നതിന് മറുപടി യേശു പറഞ്ഞത് 5450 പ്രഹരങ്ങൾ ലഭിച്ചു എന്നാണ്. അതുപോലെ മാതാവിൻ്റെ ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ബ്രിജിറ്റാണ് 63 മണി ജപമാലയുടെ തുടക്കം കുറിച്ചത്. 63 എന്ന സംഖ്യ സ്വർഗാരോഹണത്തിന് മുമ്പ് മാതാവ് ഈ ഭൂമിയിൽ ജീവിച്ച വർഷങ്ങളാണെന്ന് സിസ്റ്റർ ബ്രിജിറ്റ് പറയുന്നു. നായിലെ വിശുദ്ധ കാതറിൻ, കുരിശിലെ വിശുദ്ധ തെരേസ എന്നിവരെ പോലെ യൂറോപ്പിന്റെ സഹരക്ഷകയാണ് വിശുദ്ധ ബ്രിജിറ്റ്. വിശുദ്ധ ഉപയോഗിച്ചിരുന്ന കുതിരപാലം കൊണ്ട് നിർമ്മിച്ച ഒരു ഷോളാണ്. അതുപോലെ ആ കുതിരയെ തളച്ചിരുന്ന സ്റ്റോണാണിത്. ഞാൻ ഇവിടെ കോൺവെന്റ് മുഴുവൻ നടന്ന് കാണുകയായിരുന്നു. 36ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളത്, മലയാളികളടക്കം. സഞ്ചരിക്കാൻ എത്തുന്നവർക്ക് ഈ കോൺവെന്റിൽ ഒത്തിരിയേറെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൗകര്യമാണ് പോയി എല്ലാ സ്ഥലങ്ങളൊക്കെ പോയി കാണാനായിട്ടും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പോവുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലൈനൊന്നും നിൽക്കാതെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സൈഡിലുള്ള വാതിൽക്കലിൽ കൂടെയാണ് കയറി പോണത്. ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഇതിലൂടെ കയറാൻ പെർമിഷൻ ഉള്ളൂ. അബിയ ചേച്ചി ബ്രിജീഡിയൻ സിസ്റ്റേഴ്സിന്റെ മദർ ജനറൽ ആണ്. അറിയാവുന്നതുപോലെ തന്നെ പോപ്പും ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും സിസ് ഗാർഡിന്റെ അണ്ടറിലാണ്. അപ്പോൾ ചേച്ചിയുടെ മെമ്പർഷിപ്പ് കാർഡ് ഈ സിസ് ഗാർഡിനെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് അകത്തേക്കുള്ള പെർമിഷൻ കിട്ടി. ചേച്ചി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 1/4 മണിക്കൂറൊന്നും ലൈൻ നിൽക്കാതെ ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഫ്രണ്ടിലെത്തി. ഈ സൈഡിലെ വഴിയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. അവിടെ സിസ് ഗാർഡ് നിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ പള്ളിയുടെ പുറത്തുള്ള വരാന്തയിലാണ് നിൽക്കുന്നത്. ഇവിടെ മെയിൻ 3 ഡോറാണ് കാണുന്നത്. ഈ മുമ്പിൽ കാണുന്ന ലൈന് താഴേന്ന് ക്യൂ നിന്ന് കയറി വരുന്ന ആൾക്കാരാണ്. ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ കൂടി. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പോർത്ത സാന്ത, അതായത് ഹോളി ഡോറ്. ഇതാണ് കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി തുറന്നത്. ഞാൻ ഡിസംബർ 19-നാണ് ഇവിടെ എത്തിയത്. 23-ന് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ 24-ാം തീയതിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് പെർമിഷൻ ഇല്ലാത്തത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് നമുക്ക് കയറാം. ഇതാണ് പ്രധാന വാതില്. 218 മീറ്റർ നീളവും 60,000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളാവുന്നത്ര വലിപ്പവുമുള്ള 45 അൾത്താരകളും 11 മകുടങ്ങളോടും കൂടിയ ഒരു പള്ളി. ജീവൻ തുടിക്കുന്നതും അതേസമയം കാലത്തെ വെല്ലുന്നതുമായ ശില്പകലകളോട് കൂടിയ ഒരു മാർബിൾ കൊട്ടാരത്തിലോട്ടാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ അപ്പസ്തോല പ്രധാനിയും ആദ്യത്തെ പോപ്പുമായ വിശുദ്ധ പത്രോസ്ലീഹായുടെ സിംഹാസനമാണ് അവിടെ കാണുന്നത്. പത്രോസ്ലീഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പയാണ് ഇവിടെ കുർബാന അർപ്പിക്കുന്നത്. മൈക്കിൾ ആഞ്ചലോ, ലൊറൻസോ ബെർണീനി, റഫേലോ, ജൂലിയാനോ, ജാക്കമോ, ബൽദാസരെ പെറൂസി എന്നീ വിശ്വവിഖ്യാത കലാകാരന്മാരുടെ മാസ്റ്റർ പീസുകളാണ് ഈ ദേവാലയത്തെ മനോഹരമാക്കുന്നത്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ ദേവാലയത്തിലെത്തുന്നത്. ആദ്യം ഞാൻ ഓർത്തു ബലിപീഠത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് വണങ്ങിയിട്ട് തുടങ്ങാമെന്ന്. അന്നേരം ഓർത്തു അയ്യോ വീഡിയോ എടുത്തില്ലെന്നും കൊണ്ട് ഞാൻ തിരിച്ചു വരുവാണ്. ഒരു മായാലോകത്തെത്തിയ പോലെയാണ്. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2014 ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം മുഴുവനും എടുത്തായിരുന്നു. അതായത് ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്താണ് ഈ ബസിലിക്ക മുഴുവൻ കണ്ടു തീർത്തത്. അതായത് താഴേക്കൂടത്തിൻ്റെ മണ്ടേ കയറി അങ്ങനെയൊക്കെ. പിന്നെ സിസ്റ്റീൻ ചാപ്പലിലും അതുപോലെ തന്നെ മ്യൂസിയത്തിലും ഒക്കെ പോയായിരുന്നു.
അന്ന് ഫാദർ ജിനു തെക്കേത്തല സെമിനാരിസ്റ്റ് ആയിരുന്നു. 3-4 ദിവസവും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് എല്ലാ കാര്യവും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇവിടെ റോമിൽ വത്തിക്കാൻ ന്യൂസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഫാദർ ജിനു തെക്കേത്തലയാണ്. ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എൻ്റെ ഫോണിൻ്റെ അകത്തൊന്നും ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വാക്കുകളുമില്ല. ഇത് നമ്മൾ വന്ന് തന്നെ കാണണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആയ ഹോളി ഡോറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ കാണുന്നത് സെൻറ്റ് പീറ്റേഴ്സ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലിൻ്റെ കീ ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അവിടുത്തെ മകുടമാണ് ഈ കാണുന്നത്. ഈ ഹോളി ഡോറിൽ കൂടെ കിടക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ഉള്ളത് കൊണ്ടായിരിക്കും ഈ പെയിൻറ്റിങ്സ് ഇവിടെ തന്നെ സ്ഥാപിച്ചേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൈക്കൽ ആഞ്ചലോയുടെ വിശ്വവിഖ്യാതമായ ലാ പിയത്ത എന്ന മാർബിൾ ശില്പമാണ്. മരിച്ച തിരുക്കുമാരൻ്റെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഹൃദയഭേദകമായ ഈ കാഴ്ച മൈക്കൽ ആഞ്ചലോ തൻ്റെ 23-ാമത്തെ വയസ്സിൽ കരാര മാർബിളിലാണ് കൊത്തിയെടുത്തത്. മെഴുകുകൊണ്ട് നിർമ്മിച്ചതുപോലത്തെ മൃദുത്വമുള്ള ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ പൂർണ്ണ സംതൃപ്തനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ കാണുന്ന ചാപ്പലിൽ സൂക്ഷിച്ചേക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ്റെ കബറിടമാണ്. ഇവിടെ നമുക്ക് വീഡിയോ അലൗഡ് അല്ല. നമുക്കവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പെർമിഷനുള്ളൂ. ഇവിടെ കാണുന്നത് കമിലോ റൂസ്കോണി 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗ്രിഗോറിയൻ 13-ാമൻ മാർപ്പാപ്പയുടെ സ്റ്റാച്ചു ആണ്. ഇദ്ദേഹമാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കിയത്. അതായത് ആദ്യവർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസത്തോടു കൂടിയ പുതിയ കലണ്ടർ സ്ഥാപിച്ച ഇദ്ദേഹമാണ്. ഇവിടെ അടുത്ത ചാപ്പലിൽ കാണുന്നത് പയസ് 12-ാമൻ മാർപ്പാപ്പയുടെ കബറിടമാണ്. ഇവിടെയും നമുക്ക് വീഡിയോ പെർമിഷൻ ഇല്ല. നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനിയും നമ്മൾ പല കപ്പേളകൾ പിന്നിട്ട് മുന്നോട്ട് മെയിൻ ആൾത്താരെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണനാതീതമാണ്. ഇവിടെ ഭിത്തിയിൽ കാണുന്ന ഈ മാർബിൾ രൂപം സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് പാവുലയുടെയാണ്. ഇത് ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഇതിന് ഏകദേശം 2 ആൾ പൊക്കമുണ്ട്. ഇറ്റാലിയൻ കലാകാരനായ ജാൻ ലൊറൻസോ ബെർണീനിയാണ് ഈ മെയിൻ അൾത്താര നിർമ്മിച്ചത്. ഏകദേശം 11 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. വെനീസിൽ നിന്നും പുരാതന പാന്തയോണിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ലഭിച്ച വെൺകലം ഉപയോഗിച്ചാണ് ഈ അൾത്താര നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന അൾത്താരയുടെ മുകളിലുള്ള സാങ്കേതികമായി ചിബോറിയം അല്ലെങ്കിൽ ബൽദാച്ചിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ ബാറോക്ക് ശില്പ വെൺകല മേലാപ്പാണ്. ഈ ബൽദാച്ചിൻ ബസിലിക്കയുടെ താഴേക്കൂടത്തിന്റെ നേരെ കീഴിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്മാരക രീതിയിൽ രൂപപ്പെടുത്താൻ കാരണം പത്രോസ്ലീഹായുടെ ശവകുടീരത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ ഉദ്ദേശിച്ചും കൂടിയാണ്. ഇവിടെ മാർബിൾ ചെയറിലിരിക്കുന്ന സെന്റ് പീറ്ററിന്റെ സ്റ്റാച്ചു 1100-ൽ തോസ്കാനിക് ആർട്ടിസ്റ്റായ അർണോൾഫോ ദെ കാമ്പിയോ നിർമ്മിച്ചതാണ്. നമുക്കറിയാവുന്ന പോലെ ഈ അൾത്താരയുടെ അടിയിലത്തെ നിലയിലാണ് സെന്റ് പീറ്റേഴ്സിന്റെ ശവകുടീരം നിലകൊള്ളുന്നത്. ബാൽദാച്ചിന് താഴെയായി 4 തൂണുകൾക്കിടയിൽ വിശുദ്ധ പത്രോസിൻ്റെ സ്വർണ്ണ സിംഹാസനം നമുക്ക് കാണാൻ സാധിക്കും. ലൊറൻസോ ബെർണീനിയാണ് ഇത് മരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മൈക്കലാഞ്ചലോ രൂപകൽപ്പന ചെയ്തതും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതുമായ താഴികക്കുടമാണിത്. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ഈശോ പത്രോസിനോട് ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, നിന്റെ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. മാത്യു 16-18 സുവിശേഷ ഭാഗങ്ങളാണ് താഴേക്കുടത്തിന്റെ അടിയിൽ സ്വർണ്ണ ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അമ്മപ്പള്ളി എന്ന സ്ഥാനം 2 ബസിലിക്കകളാണ് പങ്കിടുന്നത്. ഒന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും മറ്റേത് സെൻറ്റ് ജോൺ ലാറ്ററാനും. ഇവിടെ കാണുന്നത് സെൻറ്റ് ആൻഡ്രൂവിൻ്റെ പ്രതിമയാണ്. ഇത് നിർമ്മിച്ചത് ഫ്രാങ്കോയിസ് ഡ്യൂക്കസ് റോയാണ്. ഈ ദേവാലയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലൊരു പ്രത്യേകതരം ഒരു ഡിവൈൻ വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇതിങ്ങനെ വിശാലമായിട്ട് നീണ്ടു കിടക്കുകയാണ്. കണ്ടാലും തീരുന്നില്ല. കാണുന്ന സ്റ്റാച്ചു വിശുദ്ധ ലോഞ്ചിനസിന്റെ ആണ്. ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു പട്ടാളക്കാരനാണ്. അവിടെ നിന്നാണ് താഴെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോണത്, അതായത് വത്തിക്കാൻ ഗ്രോട്ടോയിലേക്ക് പോണത്. സെന്റ് പീറ്ററിന്റെയും മറ്റു മാർപ്പാപ്പമാരുടെയും അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ മറ്റു VIP-കളുടെയും പുരടങ്ങൾ അടങ്ങിയ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് വത്തിക്കാൻ ഗ്രോട്ടോ. ഇതും ഇങ്ങനെ അതിവിശാലമായിട്ട് നീണ്ടു കിടക്കുകയാണ്. ഇവിടെ ബലിപീഠങ്ങളും ഉണ്ട്. 100ഓളം കബറിടങ്ങളുള്ള ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 91 എണ്ണവും മാർപ്പാപ്പമാരുടെയാണ്. AD 330 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിന്റെ അവിടെ ഒരു ചർച്ച് പണിതിരുന്നു. ആ ചർച്ചിന്റെ അവശിഷ്ടങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ബസിലിക്ക പള്ളി പണിതിരിക്കുന്നത്. ഇവിടെ കാണുന്നത് 1939 മരിച്ച പയസ് 11-ാമൻ മാർപ്പാപ്പയുടെ ശവകുടീരമാണ്. ഈ ഗ്ലാസ് കൊണ്ടുള്ള ഭിത്തിക്ക് അപ്പുറത്ത് കാണുന്നതാണ് സെന്റ് പീറ്ററിന്റെ ശവകുടീരം.
ഇവിടെ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഏറ്റവും മനോഹരമായ ശവകുടീരം സെൻറ്റ് പീറ്ററിൻ്റെ തന്നെയാണ്. അടുത്തത് കാണുന്നത് ഈയിടെ നമുക്ക് 2022 അടക്കം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെയാണ്. എന്നാൽ ഇത് ബെനഡിക്ട് 15 മാർപ്പാപ്പയുടേതും. നമ്മളിങ്ങനെ ഇടനാഴികളിൽ കൂടി നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ശവകുടീരങ്ങളും അതുപോലെ തന്നെ സ്റ്റാച്ചുകളും കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ടതായ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് മേളിലോട്ട് തന്നെ പോകാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് ഇത് മുമ്പോട്ട് പോയി നമുക്ക് പള്ളിയുടെ പുറത്തോട്ടാണ് കിടക്കാൻ പറ്റുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന് പള്ളിക്കകത്തോട്ട് തന്നെ കയറുകയാണ് ചെയ്തത്. അതായത് വന്ന വഴിയോടെ തന്നെ ഞങ്ങൾ തിരിച്ച് മേളിലോട്ട് തന്നെ ബസലിക്കയുടെ അകത്തോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഇതാ ഇപ്പം നമ്മൾ മേളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസലിക്കയുടെ ഒരു സൈഡ് മുഴുവനും ഇനിയും കാണാൻ കിടപ്പുണ്ട്. ഒന്നും ആയിട്ടില്ല. ഞാൻ ഈ ഫ്ലോറിൻ്റെ കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഇവിടെ ഫ്ലോർ ആണെങ്കിലും നോക്കിയാൽ വിവിധ മാർബിൾ കൊണ്ട് പല ഡിസൈനിൽ ചെയ്തേക്കുവാണ്. അതായത് താഴെ മേളിലും സൈഡിലും എവിടെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല. എല്ലായിടും ഒരുപോലെ കണ്ണിനും മനസ്സിനും ആത്മാവിനും എല്ലാ രീതിയിലും സന്തോഷം നൽകുന്ന രീതിയിൽ എല്ലാം സുന്ദരമാക്കി വെച്ചേക്കുകയാണ്. നമ്മൾ സാന്ത മരിയ മജോറെ കണ്ട പോലെ കുമ്പസാരക്കൂടുകൾ നിരവധിയുണ്ട്. പോപ്പ് അലക്സാണ്ടർ 7 ശവകുടീരമാണ്. ലോറൻസോ ബെനീനി തൻ്റെ 80ാമത്തെ വയസ്സിൽ നിർമ്മിച്ച അവസാനത്തെ ശില്പകലയാണിത്. പോപ്പ് മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പോപ്പ് അനുഷ്ഠിച്ച സദ്ഗുണങ്ങളെയാണ് 4 സ്ത്രീകൾ പ്രതിദാനം ചെയ്യുന്നത്. കുട്ടിയുമായി നിൽക്കുന്ന സ്ത്രീ ചാരിറ്റിയെ പ്രതിനിധീകരിക്കുന്നു, മറ്റേത് സത്യത്തെയും. പുറകിലുള്ള സ്ത്രീകൾ നീതിയെയും വിവേകത്തെയും സൂചിപ്പിക്കുന്നു. മരണത്തിന്റെ രൂപമായി സ്വർണം പൂശിയ സ്കെലട്ടൺ സമയം കടന്നുപോയി എന്നതിന്റെ പ്രതീകമായി ഒരു മണിക്കൂർ ഗ്ലാസ് ഉയർത്തുന്നു. നിങ്ങൾ മരിക്കുമെന്ന് ഓർമ്മിക്കുക എന്നർത്ഥം വരുന്ന മൊമന്റോ മോറിയുടെ കലാപരമായ പ്രതീകം കൂടിയാണ് ഈ മണിക്കൂർ ഗ്ലാസ്. ഇത് മാജിക്കൽ വണ്ടറായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. അലസാന്ദ്രോ അൽഗാഡി നിർമ്മിച്ച ലെയോ ദ ഗ്രേറ്റിന്റെ ബലിപീഠമാണിത്. റോമിനെ ഹൂണുകളുടെ ആക്രമണത്തിൽ നിന്ന് തടയുന്നതിനായി സെന്റ് ലെയോ ദ ഗ്രേറ്റ് ഹൂണുകളുടെ രാജാവായ അത്തീലിയയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ആകാശത്ത് കാണുകയും അത്തീലിയോ രാജാവ് കൈ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സീന്. പിന്നെ മേളിൽ മകുടങ്ങളിലും വാളിലും എല്ലാം പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി ധാരാളം പെയിന്റിങ്സുകളുണ്ട്. പയസ് 8 മാർപ്പാപ്പയുടെ സ്മാരകമാണിത്. സിംഹാസനസ്ഥനായ ക്രിസ്തുവിന്റെ പ്രതിമയും വിശുദ്ധ പൗലോസിന്റെയും പത്രോസിന്റെയും പ്രതിമകളും പോപ്പ് മുട്ടുകുത്തി നിൽക്കുന്നതിന്റെ അരികിൽ വിവേകത്തെയും നീതിയെയും പ്രതിനിധീകരിക്കുന്ന ഉപമകൾ കാണാം. നെയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ഇത് നിർമ്മിച്ചത് പിയത്രോ തെനറാനിയാണ്. ഇത് പിയറി ഏറ്റിയൻ മൊണോട്ടിന്റെ സൃഷ്ടിയായ ഇന്നസെന്റ് 11 മാർപ്പാപ്പയുടെ സ്മാരകമാണ്. വിശ്വാസവും ധൈര്യവും മാർപ്പാപ്പയുടെ രൂപത്തിനടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. 1605 27 ദിവസം മാത്രം പോപ്പായിരുന്ന ലിയോ 11 സ്മാരകമാണിത്. 17-ാം നൂറ്റാണ്ടിലെ ബറോക്ക് ശൈലിയിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ ശില്പികളിൽ ഒരാളായിരുന്ന അലസാന്ദ്രോ അൽഗാഡിയാണ് ഇത് നിർമ്മിച്ചത്. വിശുദ്ധ ലയോയുടെ ഉദാരതയുടെയും മനസ്സതയുടെയും പ്രതീകാത്മ രൂപങ്ങളായിട്ടാണ് 2 സ്ത്രീകളെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെള്ളയും നിറമുള്ള മാർബിളും വെൺകലവും യോജിപ്പിച്ചുള്ള ബെർണീനിയുടെ ശവകുടീരത്തിൽ നിന്നും വ്യത്യസ്തമായി അൽഗാഡിയുടെ പേപ്പൽ ശവകുടീരം പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിന്നാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്നത് മരിയ ക്ലെമന്റീന സോബിസ്കയുടെ സ്മാരകമാണ്. ഫിലിപ്പോ ബരിഗോണിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരു സ്മാരകം നൽകി ആദരിക്കപ്പെടുന്ന 3ാമത്തെയും അവസാനത്തെയുമായ വനിതയായിരുന്നു മരിയ ക്ലെമന്റീന സോബിസ്ക. ഈ ലാസ്റ്റ് അന്തോണിയോ കനോവ നിർമ്മിച്ച റോയൽ സ്റ്റുവാർട്സിന്റെ സ്മാരകമാണിത്. അങ്ങനെ നമ്മൾ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി പുറത്ത് വത്തിക്കാൻ സിറ്റിയുടെ പ്രശസ്തമായ ഓപ്പൺ സ്പേസ് ആയ വത്തിക്കാൻ സ്ക്വയർ കാണാം. ഇത് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ പള്ളിയുടെ പവിത്രമായ അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്നതിനായിട്ട് മനോഹരമായ ഈ അങ്കണത്തിലാണ് ഒത്തുചേരുന്നത്. ക്ലൈമറ്റ് വളരെ കുഴപ്പമില്ലാത്ത കാരണം നമുക്ക് നല്ല നീലാകാശത്തിൽ ആ സ്റ്റാച്ചുകളും ഒക്കെ നല്ലോണക്ക് കാണാൻ സാധിക്കും. ഒത്താന വാസ്തുശില്പകലയുടെ മാസ്റ്റർ പീസായ ഈ സ്ക്വയർ പോപ്പ് അലക്സാണ്ടർ 7 മേൽനോട്ടത്തിൽ ജാൻ ലൊറൻസോ ബെർണീനിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇവിടെ നിന്ന് താഴെ സ്ക്വയറിലോട്ട് നോക്കുമ്പോൾ അവിടെ മധ്യഭാഗത്തായി ഒരു ഒബ്ലിക്ക് കാണാൻ സാധിക്കും. 25 മീറ്റർ നീളമുള്ള ഈ ഒബ്ലിക്ക് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഗ്രാനൈറ്റിൽ നിർമ്മിച്ച 2 ജലധാരകൾ കാണാൻ സാധിക്കും. ഒന്ന് ബെർണീനി നിർമ്മിച്ചതാണ്, മറ്റേത് കാർലോ മഡേർണോ നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഞാൻ സ്ക്വയറിന്റെ മധ്യഭാഗത്ത് നിന്ന് ബസിലിക്കയെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്.
അതായത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്തെ കിരീടമണിയുന്ന 13 പ്രതിമകൾ. ഇതിൽ നടുക്കിരിക്കുന്നത് ക്രൈസ്റ്റ് ദ റെഡീമറിന്റെ സ്റ്റാച്ചു ആണ്. ഇത് 6 മീറ്റർ പൊക്കമുണ്ട്. ഇത് നിർമ്മിച്ചത് ക്രിസ്റ്റോഫറോസ് താത്തിയാണ്. നിങ്ങളിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് 12 ശിഷ്യന്മാരുടെ സ്റ്റാച്ചുകളായിരിക്കും എന്നല്ലേ? എന്നാൽ തെറ്റിപ്പോയി. ക്രിസ്തുവിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് യോഹന്നാൻ മാന്താനയാണ്. അതുപോലെ പത്രോസിന്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുമില്ല. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും സ്റ്റാച്ചുകൾ 2 സൈഡിലായിട്ടും വെച്ചിട്ടുള്ളത്. ഇതിന്റെ താഴേക്കൂടത്തെ കയറുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാച്ചു എല്ലാം അടുത്ത് നിന്ന് കാണാനും സാധിക്കും. അതുപോലെ തന്നെ വത്തിക്കാന്റെ മൊത്തം ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് പുതിയതായിട്ട് ഡിസംബർ 19 ഇനാഗ്രേറ്റ് ചെയ്ത മൊബൈൽ പോസ്റ്റ് സർവീസ്. ആയിരുന്നു 2024 സ്ക്വയറിൽ ഉണ്ടാക്കിയ ക്രിസ്മസ് ക്രിബ്. ഇവിടെ സ്ക്വയറിൽ ഓരോ വർഷവും ഓരോ പ്രദേശത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ക്രിബാണ് ഉണ്ടാക്കുന്നത്. ഈ ടൈമിൽ ഗ്രാദോ എന്ന് പറഞ്ഞ ഒരു ലഗൂണിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇത് വെനീസിനടുത്താണ്. എന്നാൽ ഇവിടെ കാണുന്നത് വത്തിക്കാനിലെ 100 ക്രിബ്സ് എന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെയാണ്. ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ സൃഷ്ടിച്ച സൃഷ്ടികൾ ഈ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നാറ്റിവിറ്റിയുടെ രംഗങ്ങൾ നിർമ്മിക്കുന്നതിൽ അവരവരുടെ സർഗാത്മകത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ പുൽക്കൂടുകളും നിർമ്മിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് പല മെറ്റീരിയൽസും പല രീതിയിലായിരുന്നു. അതായത് ജപ്പാനീസ് പേപ്പർ, സിൽക്ക്, റെസിൻ, കമ്പിളി, കോക്കനട്ട് ഷെല്ല്, അതുപോലെ ബനാന ഫൈബർ, അങ്ങനെ വിവിധ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ഇടതുവശത്തെ കൊളോണൈഡിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി എൻജോയ് ചെയ്യാനും പറ്റി. സമയം 4 മണിയാകുന്നേ ഉള്ളൂ. പക്ഷേ സൺലൈറ്റ് തീരെയില്ല. വിന്റർ ആയതുകൊണ്ട് ഇവിടെ നേരത്തെ സന്ധ്യയാവും. പോപ്പ് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്നതുമായ ഈ സ്ക്വയറിന് 320 മീറ്റർ നീളവും 240 മീറ്റർ വീതിയുമുണ്ട്. അതുപോലെ ഈ സ്ക്വയറിന് ഒരേ സമയം 80,000 ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബസിലിക്ക പള്ളിയുടെ 2 വശങ്ങളിലുമായിട്ട് ഹെമി സർക്കിളായിട്ടാണ് കൊളോണൈഡുകൾ സ്ഥാപിച്ചേക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് വത്തിക്കാൻ സ്ക്വയർ. 16 മീറ്റർ ഉയരമുള്ള 4 വരികളായി 284 നിരകൾ അടങ്ങുന്ന കൊളോണൈഡിന്റെ മുകളിൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള 140 വിശുദ്ധന്മാരുടെ പ്രതിമകളാണ് നിൽക്കുന്നത്. വളരെയധികം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സ്ക്വയർ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും അവിശ്വസനീയമായ ഒരു സ്ക്വയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പോട്ട് നടക്കുമ്പോഴും അതിന്റെ ആർക്കിടെക്ചറായ ബെർണീനി ആയിരുന്നു മനസ്സിൽ. ദൈവത്തിന്റെ പദ്ധതി അയാളിലൂടെ നടപ്പിലാവുകയായിരുന്നു. എങ്കിലും ഒരു ബിഗ് സല്യൂട്ട്. അതിലും കൂടുതൽ ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ കൂടുതൽ അഭിമാനം തോന്നിപ്പോവുകയാണ്. ഇപ്പം നമ്മൾ ബസിലിക്ക പള്ളിയുടെ നേരെ മുമ്പിലോട്ടുള്ള വഴികളിലൂടെയാണ് നടക്കുന്നത്. ഈ വഴിയുടെ പേര് വിയ ദെല്ല റീകോൺസിലേസിയോണെ എന്നാണ്. നല്ല ട്രാഫിക്കിന്റെ സമയമാണ്. പക്ഷേ എല്ലാവരും നല്ലവണ്ണക്ക് ട്രാഫിക് നിയമം പാലിച്ച് അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ടൈബർ നദിയുടെ പാലത്തിന് മേലിലോട്ടാണ് നേരെ എത്തിയിരിക്കുന്നത്. നദിയുടെ അക്കരെ കാണുന്നത് കസ്തൽ സാന്താഞ്ചലോ ആണ്. വിശുദ്ധ മാലാഖയുടെ മന്ദിരം എന്നറിയപ്പെടുന്ന ഇത് റോമൻ ചക്രവർത്തിയായിരുന്ന ഹാട്രിയാന്റെ ശവകുടീരമാണ്. ഇതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ടൈബർ റിവറിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്ത റോമൻ വിശേഷവുമായി വീണ്ടും കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ഇവയൊക്കെ അതിൻ്റെ പുതുമയും തനിമയും നഷ്ടപ്പെടാതെ പുതിയ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറ്റലിക്കാരുടെ കഴിവ് അപാരം തന്നെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ്.